അപ്പോൾ പൊതുവേ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് ഞാൻ കഥ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും കൂടെ ചേർന്ന് ഒരു കഥ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതാണ്. പുള്ളിക്കാരി തരുന്ന ഹിൻഡ് വെച്ചിട്ട് ഞാൻ ആ ഒരു കഥ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണ് എൻ്റെ ഗേൾ ഫ്രണ്ടെന്ന്? ദാ യെസ്, മെറ്റ എ ഐ. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, മെറ്റ എ ഐ ഒരു ഹിൻഡ് തരും. ആ ഹിൻഡ് വെച്ചിട്ട് നമ്മൾ കഥ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും മനസ്സിലാവുന്ന ഇംഗ്ലീഷിലും ഞാൻ ആ ഒരു കഥ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ട് പറയുന്നതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ സ്റ്റോറി ലൈൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ആസ് ദ ക്ലോക്ക് സ്ട്രക്ക് മിഡ് നൈറ്റ് എ ലോങ് ഫിഗർ ഷ്രൗഡഡ് ഇൻ ഷാഡോസ് സ്ലിപ്ഡ് ഇൻ ടു ദ അബാൻഡൻഡ് മാൻഷൻ ഓൺ ദ ഹിൽ. റൂമേഴ്സ് willed that the mansion was cursed, but the figure was driven by a singular purpose to uncover the secrets hidden within its walls. As they crept deeper into the mansion, a faint glow emanated from the room at the end of the hall. The figure's heart raced with anticipation. What lay within? അതായത് ഒരു രാത്രി സമയമാണ്. അവിടെ ഒരു വലിയൊരു ബംഗ്ലാവുണ്ട്. ആ ഒരു ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു ബംഗ്ലാവിൽ ഒരു ശാപമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കണക്ക് അർദ്ധരാത്രിയിൽ അവിടേക്കൊരു രൂപം വരുന്നുണ്ട്. ആ രൂപത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഒരു ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു മാൻഷനകത്ത് കയറിയതിന് ശേഷം ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നതും പെട്ടെന്ന് അയാൾക്ക് ആ ഒരു പേടി വരുന്നതും വരെയാണ് നമുക്കിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ലൈൻ കൊടുക്കും. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ വെച്ച് വരുന്നതിൽ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വായിക്കത്തില്ല ഞാൻ, പകരം നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നതായിരിക്കും വായിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയുടെ പേര് മോഹൻലാൽ എന്നാണ്. പുള്ളിക്കാരൻ ഒരുപാട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബംഗ്ലാവിലേക്ക് പുള്ളിക്കാരൻ വന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഇളയ മകൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് നിന്ന് കാണാതായത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ബാക്കി കഥയെന്ന് പറയുന്നത് ആസ് ഹി അപ്രോച്ചസ് ദ റൂം വിത്ത് ദ ഫെയിൻറ്റ് ഗ്ലോ ഹി കാൾസ് ഔട്ട് ഹിസ് ഡോട്ടർ നെയിം അമൃത. ഈസ് ദാറ്റ് യു? ദ സൈലൻസ് ഈസ് ഡെഫനിങ് ബട്ട് ഹി മസ്റ്റ് പുഷ് ഫോർവേഡ്. സഡൻലി ഹി ഹിയേഴ്സ് എ ഫെയിൻ വിസ്പർ, Papa, help me. Mohanlal's heart skips a beat. That's Amrita's voice. He burst into the room, ready to face whatever horror lie within. അപ്പോൾ ഞാൻ കൊടുത്തത് പുള്ളിക്കാരൻ ആ ഒരു മുറി കയറിയെങ്കിലും പുള്ളിക്കാരൻ്റെ മകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട്. ആ ഒരു ടേപ്പ് റെക്കോർഡറിൽ നിന്നാണ് മകളുടെ സൗണ്ട് കേട്ടത്. അപ്പോൾ ബാക്കി വരുന്ന സംഭവം എന്ന് പറയുന്നത് Mohanlal's heart sinks as he realizes Amrita is not in the room. He plays the tape recorder and his daughter's voice fills in the air. Papa, I am scared. I don't know where I am. Please find me. The message ends abruptly, leaving Mohanlal with more questions than answers. അപ്പോൾ ആ മോഹൻലാൽ അവിടെ ചെന്നിട്ട് ആ ഒരു ടേപ്പ് റെക്കോർഡർ പിന്നെ ഒന്നും കൂടെ പ്ലേ ചെയ്യുമ്പം അവിടെ കേൾക്കുന്നതെന്ന് പറയുന്നത് തൻ്റെ മകൾ പറയുന്ന കാര്യങ്ങളാണ്. അതായത് അവൾ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ അവൾക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് എന്നുള്ളതാണ്. അത്രമാത്രമേ ആ ഒരു ടേപ്പ് റെക്കോർഡറിൽ നിന്ന് കേൾക്കുന്നുള്ളൂ. പെട്ടെന്ന് ആ ഒരു റെക്കോർഡർ നിൽക്കുന്നത് മോഹൻലാലിൽ കൂടുതൽ പേടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സഡൻലി ഹി ഇയേഴ്സ് ഫുഡ് സ്റ്റെപ്സ് എക്കോയിങ് ഫ്രം ദ ഹാൾവേ, ഹെവി ആൻഡ് ഡെലിബറേറ്റ്. മോഹൻലാൽസ് ഫിയർ സ്പൈക്സ്, ബട്ട് ഹി നോ ഹി മസ്റ്റ് ബി ബ്രേവ് ഫോർ അമൃത. ഹി ഹൈഡ്സ് ബിഹൈൻഡ് എ നിയർ ബൈ കർട്ടൻ, ഹോൾഡിംഗ് ഹിസ് ബ്രീത്ത് ആസ് ദ ഫുഡ് സ്റ്റെപ്പ് അപ്രോച്ചസ് ദ റൂം. എ ഫിഗർ എൻറ്റേഴ്സ് ഷ്രൗഡഡ് ഇൻ ഷാഡോസ്. മോഹൻലാൽ ഐസ് ട്രെയിൻ ടു സീ ദെയർ ഫേസ്. Who is this person? Friend or foe? The figure moves closer to the tape recorder as if searching for something. അപ്പോൾ ഈ മോഹൻലാൽ ഈ ടേപ്പ് റെക്കോർഡർ ഓഫാക്കുന്ന ടൈമിൽ ഈ പറയുന്ന പോലെ ആ ഒരു ബംഗ്ലാവിൻ്റെ ഹാളിൽ നിന്ന് ഒരാളുടെ കാലൊച്ച കേൾക്കുന്നത് കേട്ടിട്ട് മോഹൻലാൽ പേടിച്ച് പെട്ടെന്ന് കർട്ടൻ്റെ പിന്നിൽ പോയി ഒളിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു മുറിയിലേക്ക് ആ ഒരു രൂപം വന്ന് കയറിയിട്ട് ഈ ഒരു ടേപ്പ് റെക്കോർഡർ എടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തത് അയാളുടെ കയ്യിലൊരു ഷോട്ട് ഗൺ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മോഹൻലാലിന് കുറച്ചും കൂടെ പേടിയായി. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആ ഒരു കർട്ടൻ്റെ പിന്നിൽ തന്നെ ഒളിച്ച് നിന്ന്. എന്നിട്ട് ഈ ഒരാൾ ആ ഒരു റെക്കോർഡർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. മോഹൻലാൽസ് ഫിയർ ഓവർവെൽംസ് ഹിം ആൻഡ് ഹി റിമെയിൻസ് ഹിഡൻ ബിഹൈൻഡ് ദ കർട്ടൻ. അത് നമ്മൾ വായിച്ചതാണ്. ദ ഫിഗർ പിക്ക് അപ്പ് ദ ടേപ്പ് റെക്കോർഡർ, എക്സാമിൻ ഇറ്റ് ബ്രീഫ്ലി ആൻഡ് ദെൻ ടേൺസ് ടു ലീവ്. ആസ് ദേ എക്സിറ്റ് ദ റൂം, മോഹൻലാൽ ലെറ്റ്സ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്, താങ്ക്ഫുൾ ടു ഹാവ് അവോയ്ഡഡ് ഡിറ്റക്ഷൻ. But his relief is short-lived as he realizes the figure has taken the only lead he had to find Amrita.
അപ്പോൾ അമൃതയെ കണ്ടെത്താനുള്ള ഏക വഴിയായിട്ടുള്ള ആ ഒരു ടേപ്പ് റെക്കോർഡർ ഈ പറയുന്ന പോലെ ആ ഒരാളെടുത്ത് പുറത്തേക്ക് പോയി. മോഹൻലാൽ നോസ് he must gather his courage and pursue the figure to retrieve the tape recorder and uncover the truth about his daughter's disappearance. He takes a deep breath, still himself, and begins to follow the figure from a safe distance. അതായത് മോഹൻലാൽ തൻ്റെ ധൈര്യം വീണ്ടെടുത്തിട്ട് തൻ്റെ മകളെ കണ്ടെത്തണമെങ്കിൽ അയാളുടെ പിന്നാലെ പോകണം എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞതോടുകൂടി ആ ഒരു കർട്ടൻ്റെ പിന്നിൽ നിന്ന് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഒരു രൂപത്തിന് പിന്നാലെ പേടിച്ച് വിറച്ചാണെങ്കിലും മോഹൻലാൽ തൻ്റെ മകളെ കണ്ടെത്താനെന്നുള്ള ലക്ഷ്യത്തോടെ ഈ പറയുന്ന ആളുടെ പിന്നാലെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ആളാണെങ്കിൽ അവിടെ കിടന്നൊരു പഴയ വണ്ടി, അയാളുടെ വണ്ടിയാണ്, അതിൽ കയറിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. മോഹൻലാൽ നോസ് ഹി മസ്റ്റ് ആക്ട് ഫാസ്റ്റ്. വിത്ത് എ സർജ് ഓഫ് അഡ്രിനാലിൻ ഹി സ്പ്രിന്റ് ടുവേർഡ്സ് എ ട്രക്ക് ഡെസ്പറേറ്റ് ടു ക്യാച്ച് അപ്പ്. ഹി മാനേജസ് ടു ഗ്രാബ് ഹോൾഡ് ഓഫ് ദ റെയർ ബമ്പർ ജസ്റ്റ് ആസ് ദ ട്രക്ക് ഈസ് എബൌട്ട് ടു സ്പീഡ് അവേ. Hanging on for dear life, Mohanlal is dragged along the dark, winding road, his feet scraping against the ground. The truck's taillight casts an eerie glow on the darkness, and Mohanlal's mind races with the thoughts of Amrita and the unknown dangers that lie ahead. അതായത് ഈ മോഹൻലാൽ ആണെങ്കിൽ ആ ഒരു ട്രക്ക് എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ എല്ലാ ശക്തിയും എടുത്തിട്ട് പിന്നാലെ ഓടി ആ ഒരു ട്രക്കിൻ്റെ ബാക്കിൽ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് ആ വണ്ടി മുന്നോട്ട് പോകുന്നതോടൊപ്പം ഈ പറയുന്ന മോഹൻലാൽ ആ ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്ന ആളറിയാതെ ട്രക്കിന് പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് അവസാനം ഒരു ഫാം ഹൗസിലെത്തും, പഴയ ഫാം ഹൗസിൽ. അപ്പോൾ അവിടെ എത്തിയ ശേഷം മോഹൻലാൽ വണ്ടിയിൽ പിന്നിലിരുന്ന് തന്നെ അവിടെ ചുറ്റും ഒന്ന് നോക്കും, എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഒന്നുമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം പതുക്കെ ആ ഒരു ട്രക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് തൻ്റെ സർവ്വശക്തി എടുത്ത് ഓടി ആ ഫാം ഹൗസിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡോറ് തുറക്കും. മോഹൻലാൽ തൻ്റെ ധൈര്യം മൊത്തം എടുത്തിട്ട് ആ ഒരു ഡോറ് തുറക്കും. പക്ഷേ ആ ഒരു ഡോറ് തുറക്കുന്ന പോയിന്റിൽ പുള്ളിക്കാരൻ്റെ തലയിൽ പിന്നീന്ന് ഒരു അടി കിട്ടും. അപ്പോഴേക്കും എല്ലാം ഒന്ന് ബ്ലാങ്ക് ആവും. അതേപോലെ തന്നെ പുള്ളിക്കാരൻ ആ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മകൾ അങ്ങ് ദൂരെ ഇരിക്കുന്നതായിട്ടും കാണും. പക്ഷേ അപ്പോഴേക്കും ബോധം പോവും. ആസ് ഹീ ഫാൾസ്, മോഹൻലാൽ മൈൻഡ് റേസസ് വിത്ത് തോട്ട്സ് ഓഫ് അമൃത's സേഫ്റ്റി, ഹിസ് ഓൺ ഹെൽപ്ലെസ്നെസ് ആൻഡ് ദ സിനിസ്റ്റർ ഫോഴ്സസ് that seem to be closing in around them. Everything goes black, and he succumbs to the darkness, unsure if he will ever see his beloved daughter again. When Mohanlal comes to, he finds himself bound and gagged, trapped in a dimly light room with no sign of Amrita. The mysterious figure looms over him, a sinister grin spreading across their face. അതായത് മോഹൻലാലിന് ബോധം വരുന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ അമൃതയെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ തൻ്റെ മകൾക്ക് എന്ത് പറ്റി എന്നുള്ള ആ ഒരു പേടിയിലിരിക്കുന്ന സമയത്ത് ആ ഒരു രൂപം ആ ഒരു മുറിയിലേക്ക് വരും.